ഹലോ, ജോയ്ഫുൾ ലേണിംഗ് മൂന്നാം ദിവസം. ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് നാളെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ദർ വിൽ ബി മാച്ച് ടുമോറോ, നാളെ മത്സരം ഉണ്ടാകും. അപ്പോൾ ഇതിന് ചോദ്യം എങ്ങനെയാണ്? വിൽ ദർ ബി മാച്ച് ടുമോറോ, നാളെ മത്സരം ഉണ്ടാകുമോ? വിൽ ദർ ബി ചിക്കൻ ബിരിയാണി ടുമോറോ, ദർ വിൽ ബി ചിക്കൻ ബിരിയാണി ടുമോറോ. നാളെ ഉദ്ഘാടനം ഉണ്ടാകുമോ? വിൽ ദർ ബി ഇനാഗുറേഷൻ ടുമോറോ. ഉത്തരം ദർ വിൽ ബി ഇനാഗുറേഷൻ ടുമോറോ. അപ്പോൾ നമുക്ക് പറയാം ദർ വിൽ ബി റെയിൻ ടുമോറോ, നാളെ മഴയുണ്ടാകും. ദർ വിൽ ബി എ പ്രസ് കോൺഫറൻസ് ടുമോറോ, ദർ വിൽ ബി എ മീറ്റിംഗ് ടുമോറോ, ദർ വിൽ ബി എ നെഗോസിയേഷൻ ടുമോറോ. നെഗോസിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂടിയാലോചന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 3 ദിവസങ്ങൾ കൊണ്ട് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് വിൽ ദെയർ ബി. ഉണ്ടോ? ഈസ് ദെയർ, ആർ ദെയർ. ഉണ്ടായിരുന്നോ? വാസ് ദെയർ, വെയർ ദെയർ. അപ്പോൾ ഇത് പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്ര മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈസ് ദെയർ മാച്ച് ടുഡേ, ഇന്ന് മത്സരമുണ്ടോ? വാസ് ദെയർ മാച്ച് യെസ്റ്റർഡേ, ഇന്നലെ മത്സരം ഉണ്ടായിരുന്നോ? വിൽ ദെയർ ബി മാച്ച് ടുമോറോ, നാളെ മത്സരം ഉണ്ടാകുമോ? അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. കാരണം എന്താണ്? നമ്മൾ തെറ്റാതെ കൃത്യമായ ഇംഗ്ലീഷാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എത്ര വലുതാണ്. അപ്പോൾ ഈ വാചകങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുക, ആവർത്തിച്ച് സംസാരിക്കുക, എഴുതുക. ഞാൻ പറഞ്ഞല്ലോ, വാട്സപ്പിൽ നിങ്ങൾ എഴുതിയ സെൻറ്റൻസ് എനിക്ക് അയച്ചു തരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എഴുതി അയച്ചു തരിക. അപ്പോൾ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം പറയാൻ സാധിക്കും. അപ്പോൾ ഈസ് ദെയർ, ആർ ദെയർ, വെയർ ദെയർ, വാസ് ദെയർ, വിൽ ദെയർ ബി, ഈ വാക്കുകളെല്ലാം നമ്മൾ പഠിക്കുക. അതുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലും വ്യത്യസ്തമായ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു.